നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. മറിയത്തിൻ്റെ തൈലാഭിഷേകമാണ് ഇവിടുത്തെ പ്രതിപാദ്യം. യേശു തൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ വീട്ടിൽ അതിഥിയായി എത്തുന്നു. ലാസറിൻ്റെ സഹോദരിയായ മറിയം വിലയേറിയ സുഗന്ധ തൈലം കൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ പൂശുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്യുന്നു. മറിയത്തിൻ്റെ യേശുവിനോടുള്ള വ്യക്തിപരമായ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഭാഗമാണിത്. അവൾ വലിയ വില കൊടുത്താണ് ഈശോയെ സ്നേഹിച്ചത്. ഈശോയോടുള്ള അവളുടെ ആദരവും സമർപ്പണവും ആഴമായ സ്നേഹവും അവളുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ മറിയത്തിൻ്റെ ഈ പ്രവൃത്തിയെ വിമർശിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന യേശുവിൻ്റെ ശിഷ്യരിൽ ഒരാളാണ് യൂദാസ്. അദ്ദേഹം പറയുന്നു, ഈ തൈലം വിറ്റ് അതിൻ്റെ പണം ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നില്ലേ? അയാൾക്ക് ദരിദ്രരോട് സ്നേഹമുണ്ടായിരുന്നത് കൊണ്ടല്ല, മറിച്ച് പണത്തോടുള്ള ആർത്തിയാണ് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത് എന്ന് വചനം തന്നെ സാക്ഷിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ പ്രവൃത്തികളെ നന്മയായി കാണാൻ സാധിക്കാത്ത, അതിൻ്റെ മൂല്യം ഇടിച്ചു കളയുന്ന, മറ്റുള്ളവരുടെ സൽപ്രവൃത്തികളെ താറടിച്ച് കാണിക്കുന്ന വ്യക്തികളുടെ പ്രതീകമായിട്ടാണ് യൂദാസ് ഇവിടെ നിലകൊള്ളുന്നത്. നമുക്ക് ഈ നോമ്പുകാലത്ത് ഒന്ന് ചിന്തിക്കാം. ഈശോയെ ആഴമായി സ്നേഹിക്കാൻ എനിക്കാവുന്നുണ്ടോ? എനിക്കുള്ളതും എൻ്റെ സമ്പത്തും കഴിവുകളും സ്ഥാനമാനങ്ങളുമെല്ലാം ഈശോയെ സ്നേഹിക്കാനുള്ള ഒരു ഉപാധിയായി, മാധ്യമമായി മാറ്റാൻ എനിക്കാവുന്നുണ്ടോ? അതോ യൂദാസിനെ പോലെ മറ്റുള്ളവരെ കുറ്റം വിധിച്ചും വിമർശിച്ചും അവഹേളിച്ചും നടക്കുന്ന സ്വാർത്ഥപരമായ ഒരു ചിന്താഗതിയാണോ എനിക്കുള്ളത്? നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, മറിയത്തെ പോലെ ആഴമായി സമ്പൂർണമായി അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. മറ്റുള്ളവരുടെ പ്രവൃത്തികളിലെ നന്മ കാണാൻ നന്മ നിറഞ്ഞ ഒരു മനസ്സ് എനിക്ക് നൽകണമേ. കുറ്റം വിധിക്കാനും വിമർശിക്കാനുമുള്ള എന്നിലെ സ്വാഭാവിക പ്രവണതയെ അതിജീവിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ.